മഹത്വമുണ്ടായിരിക്കട്ടെ. ഇനിയുള്ള സമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സഭ നമുക്ക് നൽകുന്ന നിർവചനം വിശ്വാസ പ്രമാണത്തിൻ്റെ 3-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മൾ ഇപ്രകാരം കാണുക: സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. എന്താണ് പരിശുദ്ധാത്മാവ്? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും നിർണായകമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവീക ജീവൻ നമ്മിൽ നിലനിർത്തുക എന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാതിരിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ നിലനിൽക്കുന്ന ദൈവീക ജീവൻ ക്രമേണ കുറഞ്ഞ് പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ നടക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. പ്രാർത്ഥിക്കുമ്പോൾ, കൂദാശാധിഷ്ഠിത ജീവിതം നയിക്കുമ്പോൾ, ദൈവവചനം പാലിച്ച് ജീവിക്കുമ്പോൾ, അങ്ങനെ പല വിധത്തിലും തരത്തിലും യേശുവുമായിട്ട് ഐക്യപ്പെടുവാനും ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ താതാത്മ്യപ്പെടുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരിടവകയിൽ, ഒരു സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത്, ദൈവിക ജീവൻ കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയുക. ദൈവവചനത്തോട് സഹകരിക്കാതിരിക്കുക, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, ദൈവത്തെ ആരാധിച്ച് വിളിച്ചപേക്ഷിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ ഉള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങുമ്പോൾ ദൈവീക ജീവൻ ക്രമേണ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകണമെന്നും 45 ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തി കുമ്പസാരിച്ചിരിക്കണമെന്നും അതുപോലെ യാമപ്രാർത്ഥനകളിൽ പങ്കെടുത്തിരിക്കണമെന്നും അതുപോലെ സഭ നിശ്ചയിച്ചിരിക്കുന്ന കൂട്ടായ്മകളോട് സഹകരിക്കണമെന്നും സഭ ആവശ്യപ്പെടുന്ന സൽപ്രവർത്തികൾ ചെയ്യണമെന്നും സഭ നിഷ്കർഷിക്കുന്ന കൽപ്പനകൾ, സഭയുടെ കൽപ്പനകളുണ്ട്, 7 കൽപ്പനകൾ പാലിക്കണമെന്നും എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ ജീവനെ നമ്മളിൽ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അപ്പോൾ അതിന് പിതാവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉത്ഭവം ഇടുന്നതാണ്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായി നമ്മളോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ നെഞ്ചുപൊട്ടി ഒഴുകുന്ന പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കണ്ടോ? പിതാവിൽ നിന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ആത്മാവിനെ തന്നെ നമുക്ക് ഒഴുക്കിത്തരാൻ അവൻ തയ്യാറാകുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തു തന്നെ പറഞ്ഞൊരു വചനം നിങ്ങൾക്കറിയാം: സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ ഒരു മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ തന്നെ അങ്ങ് തരാൻ തീരുമാനിച്ചാൽ, എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ നമുക്ക് പങ്കുവച്ച് നൽകിക്കൊണ്ടാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന സത്യം നമ്മളാരും മറന്നു പോകരുത്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരു സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ദൈവം എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അതാണ് മനസ്സിലായി. ഇപ്പോൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ പാപബോധവും പശ്ചാത്താപവും അതുപോലെ പരിശുദ്ധാത്മ സാന്നിധ്യവും അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോണം, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അനുഭവങ്ങൾ ലഭിച്ചത്. നല്ല കുമ്പസാരം എടുക്കാൻ പറ്റിയത്, തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഇതെല്ലാം പിതാവിൻ്റെ സ്നേഹം നമ്മോട് കാണിക്കുന്ന കാരുണ്യം ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്
പിതാവിൽ നിന്ന് പുറപ്പെട്ട്, പിന്നെ പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിൽ ഇതാ സ്തുതിക്കപ്പെടുന്നു. അതുകൊണ്ട് ചിലർ പറയാറുണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതാ പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനാണ് പരിശുദ്ധാത്മാവ്. പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരിലൂടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? നിബിയന്മാർ വഴിയും സ്ലീഹന്മാർ വഴിയും സംസാരിച്ചവൻ, അതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് എന്തു പറയുന്നു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? ചില ആളുകൾ ധ്യാന കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചിട്ട് പോകാറാകുമ്പോൾ പിന്നെയും തിരിഞ്ഞൊന്ന് മുഖത്തോട്ട് നോക്കും. എന്താണ്? പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഇതാ ഇനിയും നമ്മളങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെയും പോയിട്ടൊന്ന് തിരിച്ചു വരും. വല്ലതും തോന്നിയോ എന്ന് ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് നിബിയന്മാരിലൂടെയും സ്ലീഹന്മാരിലൂടെയും പറഞ്ഞ വചനങ്ങൾ. അതുകൊണ്ട് നമ്മോട് ദൈവം എന്താണ് സംസാരിക്കുന്നത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്തിനെ സമീപിച്ചാൽ മതി? നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സംസാരം ഇതാ തിരുവചനങ്ങളായി നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഈ തിരുവചനങ്ങൾ വായിക്കാൻ